തൃശൂർ നഗരത്തിൽ കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും ഫയർഫോഴ്സും. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്താണ് ഇയാൾ പറയുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ഇയാൾ പറയുന്നത്? രുചീഷ്, 11:30യോടുകൂടിയാണ് ഈ കെട്ടിടത്തിന് മുകളിൽ യുവാവ് കയറി നിൽക്കുന്നത്. ഇയാൾ എവിടെ നിന്ന് വന്നതാണെന്നോ എന്താവശ്യത്തിന് വന്നതാണെന്നോ ഈ പരിസരവാസികൾക്കൊന്നും അറിയില്ല. ഈ പ്രദേശത്ത്, അതായത് KSRTC ജംഗ്ഷന് സമീപമുള്ള വെളിയന്നൂർ റോഡിലെ ഒരു വീടിന്റെ ടെറസിന് മുകളിലാണ് ഇയാളെ ആദ്യമായി. പിന്നീട് ഈ ടെറസിൽ നിന്ന് ഭീഷണി മുഴക്കുന്നത്, ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ കാണുകയും ഒരു കുട്ടി കാണുകയും മറ്റുള്ള മുതിർന്ന ആളുകളോട് അറിയിക്കുകയുമായിരുന്നു. അതിനുശേഷം ഇയാൾ പോലീസും മറ്റും എത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇയാൾ ആ ടെറസിൽ നിന്നും ഷെയ്ഡിലേക്ക് മാറുകയും അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഫയർഫോഴ്സ് ജീവനക്കാരെയും അടക്കമുള്ള ആളുകളെ ഭീഷണി മുഴക്കുകയും മറ്റുമായിരുന്നു. ഈ സംഭവം ആദ്യം കണ്ടത് എനിക്കൊപ്പമുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ എന്താണെന്ന് പറയും. എന്താ? വെളിയിലുള്ള ആൾക്കാരാണ്. ഞങ്ങളോട് പുലിക്കളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പിരിവിന് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ കുട്ടീൻ്റെ ഇവിടെ താമസമുള്ള വീടാണ്. അവിടെ നിന്ന് ഒരു ഉണ്ണി പറഞ്ഞ് ഞങ്ങളിവിടെ 4 പേര് പറയണ ഒരാളെ മുകളിൽ സൗണ്ട് കേട്ടുന്നു. അങ്ങനെ സൗണ്ട് കേട്ട് നോക്കുമ്പോഴാണ് മുകളിൽ ഇവൻ ഇങ്ങനെ മേയത്ത് പെയിൻ്റൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്ന് അഭ്യാസം. അപ്പം ഇറങ്ങാൻ വരാൻ പറഞ്ഞവൻ തെറിവിളിയും കാര്യങ്ങളും അങ്ങനെ ഓരോന്നായിട്ട് കാണിക്കാറുന്നു. അപ്പം ഞങ്ങൾ അടിയിൽ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. വന്നിട്ട് പോലീസുകാരെ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അത്ര നേരം ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണിത്. എത്ര സമയമായിട്ടുണ്ട്? ഏകദേശം ഒരു 11:30 കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്താണത്. ഈ പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് എന്താണ് സംഭവം എന്ന് വല്ല അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇയാൾ എവിടത്തുകാരനാണ്? നമുക്കറിയില്ല. അത് എവിടത്തുകാരനാണെന്ന് അറിയില്ല. മാനസിക ഭ്രാന്തിയാണ് പോലെയാണ് കാണിക്കുന്നത്. എല്ലാവരും തെറി വിളിക്കാൻ അനുനയിപ്പിക്കുന്നുണ്ട്. പോലീസുകാരും അതുപോലെ ഫയർഫോഴ്സുകാരും എല്ലാവരും അനുനയിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ആള് തെറികളും ഒക്കെ വിളിച്ച് ഉദ്യോഗസ്ഥന്മാരെ തെറികൾ. അപ്പോൾ മാനസിക ഭ്രാന്തി ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത്. 11:30 ഇയാൾക്കൊപ്പം വന്ന ആളുകൾ ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടോ? ഒന്നും ലഭിച്ചിട്ടില്ല. ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. രുചീഷ്, ദൃശ്യങ്ങളിൽ കാണാം, ഒരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ജീവനക്കാരുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഒരു ഗോവണി വെച്ചു കൊടുത്ത് ആദ്യം ടെറസിൽ നിന്ന് യുവാവിനോട് താഴോട്ട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ ടെറസിൽ നിന്നും സൺഷെയ്ഡിലേക്ക് ഇയാൾ ഇറങ്ങി. അവിടെ നിന്നും ഏറെ നേരം ഉദ്യോഗസ്ഥരെ പരിഹസിക്കുകയും ചുറ്റുപാടും നിൽക്കുന്ന ആളുകളെ അസഭ്യം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഇപ്പോൾ ഗോവണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കുകയാണ്. അരമണിക്കൂറിലേറെ സമയമായി ഇയാൾ ഈ ഗോവണിയിലാണ് നിൽക്കുന്നത്. അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥർ മറ്റും നടത്തുന്നുണ്ട്. താഴെ ആളുകളും മറ്റും ഇയാളോട് താഴെ ഇറങ്ങി വരാനും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഈ ചെറുപ്പക്കാരൻ തയ്യാറാകുന്നില്ല. രുചീഷ്. ശരി ലെവിൻ, തൃശൂർ നഗര